നമസ്കാരം. ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ മനോരമയെ വെല്ലും മറുനാടൻ ഷാജൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നും ആർക്കും ഉണ്ടാകാനൊരു സാധ്യതയുമില്ല. വാ തുറന്നാൽ പിണറായിസം, മരുമോനിസം എന്ന് മാത്രം തുപ്പുന്ന ഒരു കടുത്ത ഇടതുവിരുദ്ധനും സംഘപരിവാർ ഏജന്റും ഒരു ലക്ഷണമൊത്ത കൃസംഖ്യയുമാണ് ഷാജൻ എന്നെല്ലാവർക്കും അറിയാം. ഷാജൻ സ്കറിയ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തിയ വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, പിണറായി വിജയനെതിരെ, മുഹമ്മദ് റിയാസിനെതിരെ 10 വ്യാജ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10,000 വോട്ട് അത് LDF കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഷാജനോട് അത്രയധികം ജനങ്ങൾക്ക് ദേഷ്യവും വലിയ രീതിയിലുള്ള എതിർപ്പും ഒക്കെ ഉണ്ട്. കാരണം വാ തുറന്നാൽ വർഗീയ വിഷവും വ്യാജ വാർത്തയും മാത്രം തുപ്പുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു എരണം കെട്ട മാലിന്യമാണ് ഷാജൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത്രത്തോളം ഒരു യൂട്യൂബ് കയ്യിൽ വെച്ചുകൊണ്ട് എറണത്തരം പറയുന്ന, എരപ്പാളിത്തരം പറയുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വേറെ യൂട്യൂബർ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണല്ലോ പലവട്ടം നിരന്തരം പല വ്യാജ വാർത്തകളുമായി ബന്ധപ്പെട്ടും വർഗീയ വാർത്തകളുമായി ബന്ധപ്പെട്ടും സ്ത്രീകളെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ടും ഒക്കെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടത്. ഏത് പോലീസാണ് തൂക്കിയെടുത്ത് അകത്തിട്ടത്? പിണറായി വിജയന്റെ പോലീസാണ്. അന്ന് തുടങ്ങിയതാണ് ഈ പിണറായിസം, മരുമോനിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇസങ്ങളുടെ കഥ. എന്തായാലും ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് മനസ്സിലായി, അതായത് താൻ ഒരു പെരും നുണയനാണെന്നും താനൊരു ലക്ഷണമൊത്ത സംഖ്യയാണെന്നും താനൊരു മറ്റൊരു നുണേശനാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു വന്നു. അപ്പോൾ ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഷാജൻ സ്കറിയ പറയുന്നത്? പിണറായി വിജയൻ 3.0 സംഭവിക്കുമെന്നാണ് പറയുന്നത്. മെയ് 4 റിസൾട്ട് വരാനിരിക്കെ ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരില്ല, തുടർഭരണം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന പല ആളുകളുമൊക്കെ, പല തുറപ്പന്മാരുമൊക്കെ ഇപ്പൊ ഇങ്ങനെ പല രീതിയിൽ വരും എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഷാജന്റെ ഈ കുമ്പസാരം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആളൊരു മണ്ടനാണെങ്കിലും എന്തായാലും സത്യം തിരിച്ചറിഞ്ഞല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഷാജന്റെ പോസ്റ്റ് നമുക്ക് കാണാം. പോസ്റ്റിന് അടിയിൽ വന്നിട്ടുള്ള ചില കമന്റുകളും ഷാജന്റെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പലരും നടത്തിയിട്ടുള്ള ഹഫീസ് അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് വായിക്കാം. ആദ്യം ഷാജന്റെ കമന്റ് ഇങ്ങനെയാണ്: ഒരിക്കൽ കൂടി പിണറായി സർക്കാർ ഉണ്ടായാൽ പൂർണ്ണമായും പിണറായി വിമർശനം ഞാൻ അവസാനിപ്പിക്കും. അതായത് എന്തായാലും പിണറായി വിജയൻ ഭരണം ഉണ്ടാകും എന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ. 10 വർഷം ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ജനങ്ങളോട് അത് ആവർത്തിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. എന്തായാലും 10 വർഷം ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഈ നുണകളും 10 വർഷം ഈ നടത്തിക്കൊണ്ടിരുന്ന ഈ വിടുവേലത്തരവും ഒക്കെ ഒന്നും ഏറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കിയല്ലോ. ജനം മണ്ടന്മാരല്ല എന്നും ജനം ഈ ഷാജൻ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഷാജൻ സ്കറിയമാരല്ല എന്നും ഒക്കെ എന്തായാലും സ്വയം മനസ്സിലാക്കിയത് നല്ല കാര്യം തന്നെയാണ്. 10 വർഷത്തിന് ശേഷം ഒരു തിരിച്ചറിവ് ഷാജൻ സ്കറിയക്ക് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഈ പണി നീ നിർത്തരുത് കേട്ടോ, ഈ പണി തുറന്നുകൊണ്ടേയിരിക്കണം. കാരണം എന്നാലാണ് ഇനി ഒരു വട്ടം കൂടി ഈ സർക്കാരിന് വീണ്ടും 4.0 കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഹഫീസ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ഇവിടെ ഒരു വീക്ഷണത്തിന് വിഷയമുണ്ട്. താൻ പറയുന്നതാണ് യാഥാർത്ഥ്യം, അത് മാത്രമാണ് സത്യം എന്ന അഹങ്കാരമാണ് അയാളെ കൊണ്ടത് എഴുതിച്ചത്. അയാൾ മാത്രമാണ് ശരി എന്ന തെറ്റിദ്ധാരണ പുലർത്തുന്ന വലിയൊരു തെറ്റാണ് അയാൾ. മാലിന്യത്തെ കാണുന്നത് പോലെയാണ് അയാളെ ഭൂരിപക്ഷം ജനം കാണുന്നതെന്ന് തെറ്റിദ്ധരിച്ച് എഴുതിയ കുറിപ്പാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെതിരെയും എന്ത് വൃത്തികേടും പറയാൻ അയാൾക്ക് മടിയില്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് വീഡിയോകൾ എന്റെ കയ്യിലുണ്ട്. സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ സാധാരണക്കാരനെതിരെ അയാൾ പ്രചരിപ്പിക്കുന്നത്. അയാളുടെ എല്ലാ വാർത്തകളും തെറ്റാണ് എന്ന അഭിപ്രായം എനിക്കില്ല, പക്ഷേ ഭൂരിപക്ഷവും തെറ്റാണ്. തന്നെ ജനം വണങ്ങി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വാല് കുലുക്കി പക്ഷി, തന്റെ വാല് കുലുങ്ങുന്നത് കൊണ്ടാണ് ലോകം കുലുങ്ങുന്നത് എന്ന് ധരിക്കുന്ന വിഡ്ഢി. ഭരണത്തിന്റെ തണലിൽ അയാളുടെ വ്യാജ വാർത്തകൾക്കെതിരെ നിയമം കയ്യിലെടുക്കാൻ മരിച്ചവർ ഇനി ഭരണമില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും എന്നുള്ളത് അയാൾക്ക് പോലും ചിന്തിക്കാൻ ആവില്ല എന്നുള്ളതാണ് താഴെത്തട്ടിൽ നിന്നുള്ള വിവരം. ഏതായാലും അയാൾ പിണറായിക്കെതിരെ വാർത്ത ചെയ്താൽ ഇടതുപക്ഷത്തിന് 10 വോട്ട് കൂടുകയുള്ളൂ. 3ാം പിണറായി അധികാരത്തിൽ വരുമ്പോൾ നീ നിന്റെ പണി തുടരുക തന്നെ ചെയ്യണം ചേട്ടാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഷാജൻ സ്കറിയയുടെ വാർത്തയെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള എല്ലാവരും പറയുക, നീ ഈ പണി തന്നെ തുടരുക എന്ന് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷാജൻ സ്കറിയെ പൊക്കി പിടിച്ചുകൊണ്ട് കിടന്ന ഒരു നേതാവായിരുന്നില്ലേ രമ്യ ഹരിദാസ്? എന്താണ് രമ്യ ഹരിദാസിന്റെ അവസ്ഥ? രമ്യ ഹരിദാസ് കുറെ നാള് ഷാജൻ സ്കറിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. ഷാജൻ സ്കറിയ രമ്യ ഹരിദാസിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായ ഒരു തരംഗം ആഞ്ഞടിച്ചപ്പോൾ പലരും രക്ഷപ്പെട്ടു. എന്നാൽ രമ്യ ഹരിദാസ് എന്ത് സംഭവിച്ചു? രമ്യ ഹരിദാസ് 8 നിലയിൽ പൊട്ടി. UDF കാരനെ തോപ്പിച്ച് ഈ പറയുന്ന രമ്യ ഹരിദാസിനെ നിലത്തിറക്കി. ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വീണ്ടും മത്സരിച്ചു. കോൺഗ്രസ്സുകാരെ തന്നെ തോപ്പിച്ച് കൂട്ടിക്കയറ്റി. ഇപ്പോഴെന്താ അവസ്ഥ? ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. സംഭവിക്കാൻ പോകുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസ് തോക്കും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെയും ഇയാൾ വളർത്തിക്കൊണ്ട് വന്നതാണ്. അതായത് ഷാജൻ സ്കറിയ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം ഭാവി അവതാരത്തിലാണ്. എന്നാൽ ഒരു ലക്ഷണമൊത്ത ഒരു മാൻഡ്രേക്ക് എന്ന് പറയുന്നത് ഷാജൻ സ്കറിയ തന്നെയാണ്. ഷാജൻ സ്കറിയ ആരെങ്കിലും ഇതെങ്ങനെ എടുത്ത് വളർത്തിയിട്ടുണ്ടോ
അവരെല്ലാവരും തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷാജിസ്കറിയ നമ്മുടെ പിണറായി സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷം അടിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ മുഴുവൻ ഷാജി വിചാരിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ച് പിണറായി വിജയനെതിരെയുള്ള ഒരു വികാരം ഒക്കെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ രൂപപ്പെട്ട് വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പ്രതികൂലമായ വോട്ടുമായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെയാണ് ഷാജി വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഷാജി ചെയ്ത വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാക്ടുകൾ എന്താണെന്ന് സഖാക്കൾക്ക് വളരെ വ്യക്തമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷാജിസ്കറിയ എന്ന് പറയുന്ന ഈ കൃസംഗി ആരാണെന്ന് തുറന്നു കാട്ടാൻ സഖാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ LDF അനുകൂലമായ വോട്ടായി മാറിയിട്ടുണ്ടെന്നേ. ഷാജിസ്കറിയ ആർക്കെതിരെയൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും വമ്പൻ ജനപ്രീതിയുള്ള നേതാക്കളായി മാറി ചരിത്രമാണ് നിലവിലുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞ കുന്നത്നാടിൽ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ 2020 സാബുവിനെ ഭയങ്കരമായിട്ട് പൊക്കിപ്പിടിക്കാൻ വേണ്ടി ഷാജൻ കളത്തിലിറങ്ങി. ഇന്ന് സാബുവിന്റെ അവസ്ഥ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രമ്യ ഹരിദാസിന്റെയൊക്കെ അവസ്ഥ തന്നെയാണ് സാബുവിന്റെ അവസ്ഥ. സാബു ഇപ്പോ NDAയുടെ ഭാഗമാണ്. ഈ സാബു എന്ന് കേട്ടപ്പോൾ ആളുകൾക്ക് ചിരി വരും. മാത്രമല്ല സാബു ഇപ്പോ സത്യത്തിൽ ഒരു രാഷ്ട്രീയ ഹോമാളി കൂടിയാണ്. എവിടെയൊക്കെ നിന്ന മനുഷ്യരായിരുന്നു ആ പുള്ളീനെ ഒരു പരുവത്തിലാക്കി. ശ്രീനിജനെ നിരന്തരമായിട്ട് ആക്രമിക്കുകയായിരുന്നു. സ്ത്രീനിജനാണ് എന്ന രീതിയിലേക്കാണ് അടിച്ചുകൊണ്ടിരുന്നത്. ശ്രീനിജനെ പോലുള്ള അഴിമതി വീരനില്ല, ഒരു കൊലപാതകയാണെന്ന രീതിയിലുള്ള വ്യാജ വാർത്തയൊക്കെ ചെയ്തു. അവസാനം എന്ത് സംഭവിച്ചു? ശ്രീനിജൻ ഒരു പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആരെ? ഈ ഷാജൻ. ഇപ്പൊ ഷാജന് ശ്രീനിജൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണെന്ന് മാത്രമല്ല ശ്രീനിജൻ ഈ പറയുന്ന കുന്നത്നാളിലെ ഒരു ജനകീയനായ നേതാവായി മാറുകയും ചെയ്തു. ഷാജൻ ആരെങ്കിലും ഒക്കെ എങ്ങനെ കയറി പിടിക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ ആക്രമിക്കുന്നുണ്ടോ, അതിനർത്ഥം നീതി അവർക്കൊപ്പമാണെന്നാണ്. ഷാജനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് പറയും, അവർ നീതിമാന്മാരല്ല എന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF-നൊപ്പമാണ് നമ്മുടെ ഷാജിസ്കറിയ എന്നത്. UDF-നും BJP-ക്കൊപ്പമാണ് ഷാജിസ്കറിയ എന്നത്. ഇത് UDF-ന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. ഇത് തുടക്കം പറയാതെ നിന്ന് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഷാജൻ ഇങ്ങനെ LDF-നെതിരെ വാർത്ത ചെയ്യണമെന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും വർഗീയതക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടി ഏതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വർഗീയതക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടിയാണല്ലോ ഈ വർഗീയവാദികളൊക്കെ കൂടി ആക്രമിക്കുകയുള്ളൂ. അപ്പൊ ജനങ്ങൾക്കത് എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മെയ് 4 റിസൾട്ട് പുറത്തു വരുമ്പോൾ നമ്മുടെ ഷാജിസ്കറിയ പിണറായിസം മരുമോനിസം എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾ വീണ്ടും പിടിച്ച് പഞ്ഞി കിട്ടുക ഇങ്ങനെ ട്രോളിൽ കയറ്റിവിടും. ഷാജിസ്കറിയ എന്ന് പറയുന്ന എന്താ പറയാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഈ മാലിന്യത്തെ എന്തായാലും പ്രതിരോധിക്കുക എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. വേറൊന്നും കൊണ്ടല്ല, ഇമാതിരി ഐറ്റത്തൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത്തരം ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ തിരിച്ചറിവുകൾ ഉണ്ടായി എന്ന് ജനങ്ങളോട് പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എന്തായാലും ഷാജന് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഷാജനോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. മെയ് 4 തുണി വായിൽ തിരികി റിസൾട്ട് കേൾക്കാൻ ഇരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നീ 2026 ശേഷവും ഈ ചെയ്യുന്ന വിടുവേല പണി ഇങ്ങനെ തന്നെ തുടരണം. എന്നാൽ മാത്രമാണ് അത് ഇടതുപക്ഷത്തിന് ഒരു അനുകൂലമായിട്ടുള്ള തരംഗമായി വരികയുള്ളൂ. ദൈവത്തോർത്ത് ഇടതുപക്ഷത്തെ പൊക്കിയൊന്നും വാർത്ത ചെയ്യല്ലേ, ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്തയൊന്നും ചെയ്യില്ല എന്നൊരു റിക്വസ്റ്റ് മാത്രമേ വെക്കാനുള്ളൂ. മാത്രമല്ല ഈ പറയുന്ന മറുനാടൻ മലയാളിയിലെ ഷാജിസ്കറിയ ഇതുവരെ ചെയ്തിട്ടുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളമുള്ള പല സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട്. അപ്പോഴും പുള്ളി എന്താ പറയുന്നത് അറിയും, ഞാൻ നിഷ്പക്ഷതയുടെ എന്തോ പര്യായമാണെന്നാണ് പറയുന്നത്. നിഷ്പക്ഷത എന്നൊന്നും നീ പറഞ്ഞു വെക്കരുത്, ചിരി വന്നു പോകും. മാത്രമല്ല ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എന്റെ വീക്ഷണകോണുകളാണ് ശരി എന്നൊക്കെയാണ് ഈ കൃസംഗി 24 മണിക്കൂറും പറയുന്നത്. അതൊക്കെ കണ്ണാടി നോക്കി പറയുന്നതാണ് ശരിയെന്ന് ഇപ്പോഴെങ്കിലും ഒക്കെ ബോധ്യപ്പെട്ടല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി ഷാജിസ്കറിയമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ മീഡിയയിലൂടെ ഈ നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ഡിജിറ്റൽ മീഡിയ നിങ്ങൾക്ക് മാത്രമല്ല എന്നുള്ള കാര്യം ഒന്ന് തിരിച്ചറിയേണ്ട ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഈ പറയുന്ന തന്ത വൈബുള്ള ഷാജന്മാർക്ക് വേണം എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ തന്ത വൈബുള്ള ഷാജിസ്കറിയമാരുടെ വിചാരം എനിക്ക് മാത്രമേ ഫേസ്ബുക്ക് ഉള്ളൂ, എനിക്ക് മാത്രമേ യൂട്യൂബ് ഉള്ളൂ, എനിക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അവരൊക്കെ ഏതൊക്കെയോ ഒരു കാലഘട്ടത്തിൽ നിന്ന് വണ്ടി കിട്ടാതെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് വാർത്ത ചെയ്യുന്നത്. അങ്ങനെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ എടുത്ത് വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ യൂസഫ് അലി പോലും എടുത്ത് ഈ മൂപ്പരെ അടിച്ച് വൃത്തി കയറ്റിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ പല രീതിയിലുള്ള കേസുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തന്ത വൈബ് ഷാജിസ്കറിയ ഇതൊക്കെ തന്നെ തുടരുക, ഇത് നിർത്തരുത്. പിന്നെ ഒരു കാര്യം ഷാജന്റെ അടുത്ത് പറഞ്ഞു വെക്കാം, ഞാൻ മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് മീഡിയ, ഞാൻ മാത്രമാണ് എന്തോ സംഭവം എന്ന് ഇനി ദൈവത്തോർത്ത് പറയരുത്. ഈ മെയ് 4 ഒരു കാര്യം, 2 കാര്യങ്ങളാണ് നീ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നീ ഒരു വലിയ രാഷ്ട്രീയ വിഴുപ്പുകളെ ചുമക്കുന്ന ഒരു ഭാണ്ഡക്കെട്ടാണെന്നും, 2 നീ ഒരു പുല്ലുമല്ലാന്നും എന്തായാലും നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.